വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിലുണ്ടായ ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സമരത്തിന്റെ നാൾവഴികളും സംഘർഷത്തിന്റെ യാഥാർത്ഥ്യങ്ങളും സർക്കുലറിലൂടെ പങ്കുവച്ച് അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ തോമസ് ജെ നെറ്റോ. സമരവുമായി ബന്ധപ്പെട്ട അതിരൂപത അധ്യക്ഷൻ പുറത്തിറക്കിയ സർക്കുലർ ഞായറാഴ്ച ദിവ്യബലി മധ്യേ വായിച്ചു. അതിരൂപത അധ്യക്ഷന്റെ സർക്കുലർ ഇപ്രകാരം: 2015 ശേഷം ആരംഭിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണത്തെ തുടർന്ന് പനത്തുറ മുതൽ വേളി വരെയുള്ള പ്രദേശങ്ങളിലുണ്ടായ അതിരൂക്ഷമായ തീരശോഷണം, അതിന്റെ ഫലമായി നൂറുകണക്കിന് വീടുകളും സ്ഥലവും നഷ്ടപ്പെടുകയും മത്സ്യബന്ധനം ദുഷ്കരമാവുകയും വർഷങ്ങളായി സർക്കാർ സ്കൂളുകളിലും സിമന്റ് ഗോഡൌണുകളിലും അവർ ജീവിക്കേണ്ടി വന്ന അവസ്ഥയും പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് 7 ആവശ്യങ്ങൾ മുൻനിർത്തി ജൂലൈ 20-ാം തീയതി സെക്രട്ടേറിയറ്റ് നടയിൽ മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന സമരത്തിന് തുടക്കം കുറിച്ചത്. സമാധാനപരമായിട്ടാണ് നമ്മൾ സമരം ആരംഭിച്ചു തുടർന്നു വന്നത്. നിയമസഭയ്ക്കകത്തും സമരസമിതി പ്രതിനിധികളുമായുള്ള മന്ത്രിസഭാ ഉപസമിതിയുടെ ചർച്ചയിലും സമരസമിതി ഉന്നയിച്ച 7 ആവശ്യങ്ങളിൽ 6ഉം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് സമ്മതിച്ചെങ്കിലും തുടർ ചർച്ചകൾക്കു മുമ്പേ ഏകപക്ഷീയമായി ഗോഡൌണുകളിലും സ്കൂളുകളിലും കഴിയുന്നവരെ 5500 രൂപ വാടക നൽകി മാറ്റിപ്പാർപ്പിക്കാൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു. ഇതുവരെ ആവശ്യങ്ങളിൽ സമരസമിതിയുമായി ചർച്ച ചെയ്ത് സമവായത്തിലെത്താൻ മന്ത്രിസഭാ ഉപസമിതി സന്നദ്ധമായില്ല. സെക്രട്ടേറിയറ്റ് നടയിൽ ആരംഭിച്ച അതിജീവന സമരം ഓഗസ്റ്റ് 16-നാണ് വിഴിഞ്ഞം തുറമുഖ കവാടത്തിലേക്ക് മാറ്റിയത്. അവിടെ സമരപന്തലൊരുക്കി രാപകൽ സമരത്തിന് തുടക്കം കുറിച്ചു. അവിടെയും സമാധാനപരമായാണ് സമരം തുടർന്നത്. അവിടെ വെച്ച് കേരളത്തിലെ വിവിധ സഭാവിഭാഗങ്ങളിൽ നിന്നും സമുദായങ്ങളിൽ നിന്നും കേരളത്തിലെ മനുഷ്യാവകാശ സംഘടനകളിൽ നിന്നും പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്നും അനേകർ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു. കൂടാതെ KRLCC-യുടെയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു മുന്നോട്ട് വരുന്നവരുടെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ മാസം 15-ാം തീയതി മൂലമ്പള്ളിയിൽ നിന്നും ആരംഭിച്ച ജനബോധയാത്ര സെപ്റ്റംബർ 18-ാം തീയതി വിഴിഞ്ഞത്തെത്തി ബഹുജന പങ്കാളിത്തത്തോടെ സമാപിച്ചു. പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകനും സുപ്രീംകോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. പ്രസ്തുത ദിവസങ്ങളിൽ വിഴിഞ്ഞം പ്രദേശത്തുണ്ടായ അനിഷ്ട സംഭവങ്ങൾ വേദനാജനകവുമാണ്. അവിടുത്തെ സംഭവങ്ങൾ കാരണം ക്ഷതമേറ്റവരുടെ വേദനയിൽ പങ്കുചേരുന്നു. പ്രകോപനപരമായ സാഹചര്യങ്ങളാണ് പ്രസ്തുത ദിവസങ്ങളിലെ അനിഷ്ട സംഭവങ്ങളിലേക്ക് നയിച്ചത്. അതിജീവന സമരം 4 മാസം പിന്നിട്ടിട്ടും സമരത്തിലെ ആവശ്യങ്ങളിൽ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് സർക്കാർ പ്രഖ്യാപനം നടത്തിയ കാര്യങ്ങളിൽ പോലും വ്യക്തമായ നിലപാടെടുക്കാത്ത സർക്കാരിന്റെ നിസ്സംഗതാ മനോഭാവം പ്രകോപനപരവും പ്രതിഷേധാർഹവുമാണ്. ബഹുമാനപ്പെട്ട കോടതിയോടും ഉത്തരവുകളോടും തികഞ്ഞ ആദരവും ബഹുമാനവുമാണ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയ്ക്ക് എന്നും ഉള്ളത്. പോർട്ട് നിർമ്മാണം തുടരാനുള്ള കരാറുകാരുടെ അവകാശവും അതിജീവന സമരം തുടരാനുള്ള അതിരൂപതയുടെ അവകാശവും അംഗീകരിക്കുന്നതാണ് കോടതി നിലപാട്. സമരത്തിലെ ആവശ്യങ്ങളോട് സർക്കാർ തുടർന്നു വന്ന നിഷേധാത്മക നിലപാടും അതിജീവന സമരത്തിനെതിരെ പ്രാദേശിക ജനകീയ കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനങ്ങളും അധിക്ഷേപങ്ങളും 130 ദിവസമായി സമാധാനപരമായി സമരം ചെയ്തുകൊണ്ടിരുന്ന മത്സ്യത്തൊഴിലാളികളെ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചു. അതിജീവന സമരത്തിന് നേതൃത്വം നൽകുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തുകയും തീവ്രവാദികളായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ സമീപനവും പല കോണുകളിൽ നിന്നും നമ്മെ വർഗീയവാദികളായി പ്രചരിപ്പിക്കുന്ന രീതിയും പ്രകോപനത്തിന് കാരണമായി. നവംബർ 27-ാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 ഒത്തുകൂടി വിഴിഞ്ഞം മുക്കോല ഭാഗത്ത് വെച്ച് നമ്മുടെ സഹോദരങ്ങളെന്ന പോലെ 2 പേരെ ഷാഡോ പോലീസ് കൊണ്ടുപോയി. ഒരംഗത്തെ ജനപ്രതിനിധിയാണെന്നറിഞ്ഞ് തിരിച്ചയച്ചു. വിവരമന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിയ ഭാര്യയെയും അമ്മയെയും ഒരു കാരണവുമില്ലാതെ പോലീസ് മർദ്ദിച്ചു. ഇക്കാര്യങ്ങളുടെ നിജസ്ഥിതി വിഴിഞ്ഞം പോലീസിൽ നിന്നും അറിയാൻ ഇടവക കൗൺസിലിലെ 4 പേരെ ഇടവക വികാരി ഫാദർ മൽക്കോൺ ചുമതലപ്പെടുത്തി വൈകുന്നേരം 4 മണിയോടെ അയച്ചു. 1 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടും വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ പോയവർ മടങ്ങി വരാത്തതിനാലും അവരെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാത്തതിനാലും പള്ളിപ്പരിസരത്ത് തടിച്ചുകൂടിയ ഇടവക ജനങ്ങളിൽ അന്യായമായി വഴിയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത സഹോദരന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം സ്ത്രീകളുമായി വിവരമന്വേഷിക്കാൻ ഇടവക വികാരി വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയുണ്ടായി. പോലീസിൽ നിന്നും തൃപ്തികരമായ മറുപടി ലഭിക്കാത്തതിനാൽ വൈദികനും സ്ത്രീജനങ്ങളും പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ തന്നെ നിന്നു. പോലീസും ജനങ്ങളും തമ്മിൽ വാക്കേറ്റം തുടരുന്നതിനിടെ സന്ധ്യയായ ശേഷം പോലീസ് സ്റ്റേഷന് എതിർവശത്തെ കെട്ടിടത്തിന്റെ ടെറസിൽ നിന്നും പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി കല്ലേറ് ആരംഭിച്ചു. ഈ സമയത്തിനുള്ളിൽ ധാരാളം പുരുഷന്മാരും പോലീസ് സ്റ്റേഷൻ പരിസരത്ത് എത്തിയിരുന്നു. കല്ലേറിനെ തുടർന്ന് നിരായുധരായ സ്ത്രീകളെ ലാത്തിയുപയോഗിച്ച് പോലീസ് മർദ്ദിച്ചു. തടയാൻ ശ്രമിച്ച പുരുഷന്മാരെയും മർദ്ദിച്ചതിനെ തുടർന്ന് സംഘർഷമായി മാറുകയും ഇരുവിഭാഗത്തിനും തദ്ദേശവാസികൾക്കും പോലീസുകാർക്കും പരിക്കേൽക്കുകയും ചെയ്തു.
ലാത്തി വീശിയതിനു പുറമെ പോലീസ് ഗ്രനേഡും കണ്ണീർവാതകവും പ്രയോഗിച്ചു. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും അന്നത്തെയും തലേദിവസത്തെയും സംഘർഷങ്ങളും അതിലേക്ക് നയിച്ച പ്രകോപനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ സത്യാവസ്ഥ ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണമെന്ന് അടുത്ത ദിവസം തന്നെ അതിരൂപത ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ ആവശ്യം ഇപ്പോൾ ആവർത്തിക്കുന്നു. നമ്മുടെ സമരം അതിജീവനത്തിനു വേണ്ടിയുള്ളതാണ്. തീരശോഷണത്തിന്റെ പ്രധാന കാരണം വിഴിഞ്ഞത്തെ തുറമുഖ നിർമ്മാണമാണ് എന്ന നമ്മുടെ നിലപാട് സർക്കാർ ഇനിയും അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് പോർട്ട് നിർമ്മാണത്തിന്റെ പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ച് സുതാര്യമായ ഒരു പഠനം വേണമെന്നും നമ്മൾ നിർദ്ദേശിക്കുന്ന 2 പേരെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു സമരസമിതിയെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടത്. തുറമുഖ നിർമ്മാണം സ്ഥിരമായി നിർത്തിവെക്കണമെന്ന് നമ്മൾ ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടില്ല. തുറമുഖ നിർമ്മാണം നിർത്തിച്ചുള്ള പഠനം നമ്മൾ ആവശ്യപ്പെടുന്നതിന് 2 കാരണങ്ങളാണ്. വർഷം കഴിയുന്തോറും തീരശോഷണവും അതുമൂലമുള്ള പ്രത്യാഘാതങ്ങളും ക്രമാതീതമായി കൂടി വരുന്നു. നാഷണൽ ഹരിത ട്രൈബ്യൂണൽ നിർദ്ദേശിച്ച സമയബന്ധിതമായ റിവ്യൂ നടത്തണമെന്നും അതിനായി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നും പറയുന്നു. എന്നാൽ നാളിതുവരെയും അപ്രകാരം ഒരു സമിതിയെ നിയോഗിച്ചതായോ പഠനം നടത്തിയതായോ അറിയില്ല. സമരത്തിന്റെ പേരിൽ സംഘർഷമോ സംഘർഷ സാഹചര്യങ്ങളോ ആഗ്രഹിക്കുന്നില്ലെന്നും നിലവിലെ സംഘർഷ സാഹചര്യം അതിജീവിക്കാനും സമാധാന അന്തരീക്ഷം ഉറപ്പുവരുത്താനും സർക്കാർ മുൻകൈയെടുക്കണമെന്നുമാണ് അദ്ദേഹം സർക്കുലറിലൂടെ നിർദ്ദേശിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സമരസമിതി പ്രതിനിധികളുമായുള്ള ചർച്ച പുനരാരംഭിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണം. ന്യായമായ ആവശ്യങ്ങൾ നടപ്പാക്കുന്നതുവരെ നമ്മൾ സമരമുഖത്ത് ഉണ്ടാകും. വിഴിഞ്ഞം സംഘർഷത്തിൽ ഇരകളായവരോടുള്ള ഐക്യദാർഢ്യം പ്രകടമാക്കാനും അവരുടെ വേദനയിലും സഹനങ്ങളിലും പങ്കുചേരുന്നതിന്റെ ഭാഗമായി 9-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് എല്ലാ ദേവാലയങ്ങളിലും കുരിശിന്റെ വഴി പ്രാർത്ഥന നടത്തണമെന്ന് നിർദ്ദേശിക്കുന്നു. ഇതിലൂടെ പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് ആത്മീയ ശക്തി പ്രാപിക്കാനും സമാധാന സഹനമാർഗത്തിലൂടെ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു.